നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തേങ്ങ വറുത്തരച്ച കറിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ വറുത്തരച്ച കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കിലോ ചിക്കൻ, 3 ചെറിയ സവാള, വലുതാണെങ്കിൽ 2 മതി, 1.5 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കടുക്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് 2 ടീസ്പൂൺ, 2 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 5 വറ്റൽമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട, നമുക്ക് പെരുംജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, എണ്ണ, വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന്. വെളിച്ചെണ്ണ എടുക്കുന്ന കടുക് വറുക്കാനാണ് ലാസ്റ്റ്. നമ്മൾ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ച് ചൂടായി. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച സവാള നമുക്ക് എണ്ണ കിട്ടും. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി ഇത് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അല്പം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനോട് അതിനകത്തിലേക്ക് ഇടാം. ഇനി നമുക്കിത് ചെറു തീയിലിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അതോടെ നിന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും മസാലയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങ നമ്മൾ വറക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചെടുക്കുക. പെട്ടെന്ന് നമുക്ക് തേങ്ങ മൂത്ത് കിട്ടും. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ വറ്റൽമുളക് എടുത്തതിൽ ഒരു 3 വറ്റൽമുളക് നമുക്ക് മുറിച്ച് ഇതിലേക്കിടാം. ഗ്രാമ്പൂ, കറുവപ്പട്ട, പെരുംജീരകം, കുരുമുളക്, ഇത്ര നമുക്ക് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടേക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുകയാണ്. തീ ഒന്ന് നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് നമുക്കിത് രണ്ടും ഇടാം. ഇതിട്ടിട്ട് അധികം നേരം നമുക്ക് സ്റ്റൗവിൽ വെക്കണ്ട, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ആ ചെഞ്ചിട്ടിട്ട് ചൂടുകൊണ്ട് തന്നെ ഇരുന്ന് മൂത്തോളും. എന്നിട്ട് നമുക്കിത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. നമുക്കിനി നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 1/2 വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങ എല്ലാം വറുത്തരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഈ അരപ്പിനകത്ത് ഇതൊന്ന് കിടന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്തെടുക്കാം. അടുത്ത് നമ്മൾ കടുക് വറുക്കുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചട്ടി ചൂടായി, എണ്ണയെല്ലാം തിളച്ച് വന്നു. കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി അതിലേക്ക് ഇടാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള വറ്റൽമുളകും ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കൊച്ചുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം.
നമ്മുടെ ചിക്കൻ തേങ്ങ അരച്ച് വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.